ഗുഡ് മോർണിംഗ്. നാളുകൾക്ക് ശേഷം ഞാൻ ദേ ജിമ്മിൽ പോവാണ്. കൂടെ യദു ഉണ്ട്. അവനുള്ളതുകൊണ്ടാണ് ഞാൻ നാളുകൾക്ക് ശേഷം വീണ്ടും ജിമ്മിൽ പോവാന്ന് തീരുമാനിച്ചത്. ഒരു ഹോം ജിം തുടങ്ങി വർക്കൗട്ട് തുടങ്ങാമെന്നായിരുന്നു ആദ്യത്തെ എൻ്റെ പ്ലാൻ. പക്ഷേ ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ജിമ്മിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഞങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഒരു 3-4 ജിമ്മുണ്ട്. പക്ഷേ ഏറ്റവും ദൂരം കൂടിയ ജിമ്മാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. എന്താണെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ദേ ജിമ്മിൽ കയറി ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഒരു 20-25 മിനിറ്റ് മാത്രമേ ആദ്യത്തെ ദിവസം വർക്കൗട്ട് ഉണ്ടായുള്ളൂ. ജസ്റ്റ് വാമപ്പ്, അതായത് സൈക്ലിങ്ങും അതുപോലെ തന്നെ വേറൊരു എക്സസൈസും, അങ്ങനെ 2 എക്സസൈസ് മാത്രമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അതിനു മുമ്പ് കുറച്ച് വെള്ളം കുടിച്ചു. അവൻ്റെ ആദ്യത്തെ ജിം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയുണ്ട് ജിം എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചു. അവന് പ്രത്യേകിച്ച് ആൻസർ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ അവിടെ ചെറിയൊരു ഷൂട്ട് ഉണ്ടായി. അത് കഴിഞ്ഞ് പാലഞ്ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായി. ആളുടെ ഒപ്പം ഒരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കടയിൽ പോയി അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ തീർത്ത് ഒതുക്കി വെച്ച് ഞാൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് നമ്മുടെ ആഷിഖേട്ടൻ്റെ ഒപ്പം ഞാൻ നേരെ പോയത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ്. ആൾക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായി, അത് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. കൂടെ ആളെ എന്നെയും വിളിച്ചു. ഞാനാണെങ്കിൽ ചാടി കയറി പോന്നു. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഞാൻ കോളേജിൽ പോകാത്തതുകൊണ്ട് കോളേജിൽ പോകാൻ കിട്ടിയ ഒരവസരം ഞാൻ മുതലാക്കാതിരിക്കില്ല, അതായത് പോവാതിരിക്കില്ല എന്നർത്ഥം. അപ്പോൾ കോളേജിലേക്ക് പോകാനൊരു അവസരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിക്കയറി അങ്ങ് പോന്നു. ആഷിഖേട്ടനോട് ഞാൻ ഒരുപാട് സംസാരിച്ചു. ഹീസ് എ അമേസിങ് പേഴ്സൺ. നമ്മുടെ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് റീസൈക്ലിങ് ചെയ്യാന്നുള്ളൊരു പുതിയൊരു സ്റ്റാർട്ടപ്പിൻ്റെ പുറകിലാണ് ആൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഐഡിയാസും ഒരുപാട് നേരം സംസാരിച്ചു. ഒരു അടിപൊളി ആൾ. അപ്പോൾ ആളുടെ ഒപ്പം തുടർന്നും വലിയ വലിയ വീഡിയോസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും സെറ്റാക്കാം. അങ്ങനെ ഞങ്ങളായിട്ട് ഒരുപാട് അങ്ങ് സംസാരിച്ചു. ആളും നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്, എന്തോ നന്നായിട്ട് കേട്ടിരുന്നു. ഞാൻ ആൾക്കാരുടെ അടുത്തൊന്നും അത്ര പെട്ടെന്ന് ജെല്ലാവാത്ത ഒരാളാണ്. പക്ഷെ ആളുടെ അടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ ജെല്ലാവാൻ പറ്റി. ജെല്ലെന്നല്ലെങ്കിലും അത്യാവശ്യം നന്നായി സംസാരിച്ച് സെറ്റാക്കാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് ആൾക്ക് ഡയറ്റ് ആയതുകൊണ്ട് ബിരിയാണി കഴിച്ചില്ല. അങ്ങനെ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കറിയാവുന്ന കുറേ ടിപ്സ്, ഞാൻ സോഷ്യൽ മീഡിയനെ പറ്റിയിട്ടുള്ള ടിപ്സ് ഒരുപാട് ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിലും എനിക്കാകെ കൂടെ അറിയാവുന്ന സോഷ്യൽ മീഡിയ ടിപ്സ് അല്ലേ. ബൈ ദ ബൈ ഗൈസ്, ഞാൻ ജിമ്മി ജോയിൻ ചെയ്തത് ഫെബ്രുവരി 14 അടിപൊളി ദിവസമല്ലേ ജിമ്മി ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജിമ്മി ജോയിൻ ചെയ്തിട്ട് ഇപ്പോഴാണ് നമ്മൾ ഡെയിലി വ്ളോഗിങ് തുടങ്ങിയല്ലോ, അപ്പോഴാണ് ഞാൻ ഈ വിഷ്വൽസൊക്കെ അങ്ങ് ഒരുമിച്ച് ചേർത്തിട്ട് ഇടാൻ നോക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ B2 ഓൺലൈനായിട്ട് പഠിച്ചാലോ എന്നുള്ളൊരു തീരുമാനമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം